വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റത്തിനു ശേഷം യേശു ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ മഗ്ദലേന മറിയത്തിന്റെ ഓർമ്മ തിരുനാൾ അനുസ്മരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഏറ്റവും പാപിനിയായ സ്ത്രീയാണ് ഈ വിശുദ്ധ. 7 പിശാചുകൾ ബാധിച്ചിരുന്ന മറിയം എങ്ങനെ വിശുദ്ധയായി? ഈ പാപിനിയായ സ്ത്രീ കർത്താവ് ശിമയോന്റെ ഭവനത്തിലായിരുന്നപ്പോൾ തന്റെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ചു കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് കർത്താവിന്റെ പാദം കഴുകുകയും തലമുടി കൊണ്ട് പാദം തുടയ്ക്കുകയും സുഗന്ധ തൈലം പാദത്തിങ്കൽ പൂശുകയും ചെയ്തു. തന്റെ പാപത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയ ഈ സ്ത്രീ കർത്താവിന്റെ പാദാങ്കണത്തിലിരുന്ന് അനുതപിച്ച് കർത്താവിന്റെ പിന്നാലെ പോയ ഒരു ശിഷ്യയാണ്. ഗാഗുൽത്തായിൽ കുരിശിനരികെ നിന്നതും മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതും ഉത്തിതനായ ഈശോയെ ആദ്യം കണ്ടതും ഈ മറിയമാണ്. ഈശോയെ അത്യധികം സ്നേഹിച്ച ഒരാളാണ് മഗ്ദലേന മറിയം. ഈ മറിയം എഫേസോസിൽ മരിച്ചുവെന്നും ഫ്രാൻസിൽ പ്രോവിൻസ് എന്ന നഗരത്തിൽ ലാസറിനും സഹോദരിമാർക്കുമൊപ്പം ജീവിച്ചു മരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. മഗ്ദലേന മറിയത്തിന്റെ തിരുനാൾ ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരുടെ തിരുനാളിന്റെ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിശുദ്ധയ്ക്ക് തോമസ് അക്വിനാസ് നൽകിയ വിശേഷണം മാർപ്പാപ്പ ആവർത്തിച്ചു. ക്രിസ്തു ഉയർത്തു എന്ന സന്ദേശം സർവ്വജനപദങ്ങളെയും അറിയിച്ചത് മഗ്ദലേന മറിയമായിരുന്നു. മഗ്ദലേന മറിയം അനുതാപത്തിന്റെയും സമുന്നത ധ്യാന പ്രാർത്ഥനയുടെയും മാതൃകയാണ്. പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന നാം ഓരോരുത്തരും മഗ്ദലേന മറിയത്തെ പോലെ അനുതപിച്ച് പാപമോചനം നേടി മേലിൽ പാപം ചെയ്യുകയില്ലെന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗലീലിയ ദേശത്തെ മഗ്ദലേന മറിയം ഈശോയെ വിരുന്നിൽ കണ്ട നേരം. ഗലീലിയ ദേശത്തെ മഗ്ദലേന മറിയം ഈശോയെ വിരുന്നിൽ കണ്ട നേരം. അനുതാപ കണ്ണീരാൽ പാദങ്ങൾ കഴുകി മുടിയിഴ കൊണ്ടു തുടച്ചു. സുഗന്ധ തൈലവും പൂശി. ഗലീലിയ ദേശത്തെ മഗ്ദലേന മറിയം ഈശോയെ വിരുന്നിൽ കണ്ട നേരം. അനുതാപ കണ്ണീരാൽ പാദങ്ങൾ കഴുകി മുടിയിഴ കൊണ്ടു തുടച്ചു. സുഗന്ധ തൈലവും പൂശി. മഗ്ദലേന മറിയം കല്ലറ ദർശിച്ചു പുലർക്കാലവേളയിൽ
കല്ലറ ദർശിച്ചു പുലർകാലവേളയിൽ ഓടിയെത്തി. ഉദ്ധാനം ആദ്യമായി കണ്ട ഭാഗ്യം ശിഷ്യരോടു ചൊല്ലി മനം കുളിരേ. ഉദ്ധാനമാദ്യമായി കണ്ട ഭാഗ്യം ശിഷ്യരോടു ചൊല്ലി മനം കുളിരേ. ഗലീലിയ ദേശത്തെ മഗ്ദലേന മറിയം ഈശോയെ വിരുന്നിൽ കണ്ട നേരം അനുതാപ കണ്ണീരാൽ പാദങ്ങൾ കഴുകി മുടിയിഴ കൊണ്ടു തുടച്ചു. സുഗന്ധ തൈലവും പൂശി. മഗ്ദലേന മറിയത്തിൻ വാർത്ത കേട്ടു. ശിഷ്യരും തിടുക്കത്തിലോടിയെത്തി. മഗ്ദലേന മറിയത്തിൻ വാർത്ത കേട്ടു. ശിഷ്യരും തിടുക്കത്തിലോടിയെത്തി. കല്ലറയിൽ മെല്ലെ നോക്കിയപ്പോൾ വിശ്വസിച്ചു ശിഷ്യർ തിരികെയെത്തി. കല്ലറയിൽ മെല്ലെ നോക്കിയപ്പോൾ വിശ്വസിച്ചു ശിഷ്യർ തിരികെയെത്തി. ഗലീലിയ ദേശത്തെ മഗ്ദലേന മറിയം ഈശോയെ വിരുന്നിൽ കണ്ട നേരം അനുതാപ കണ്ണീരാൽ പാദങ്ങൾ കഴുകി മുടിയിഴ കൊണ്ടു തുടച്ചു. സുഗന്ധ തൈലവും പൂശി.